നന്ദനം രഞ്ജിത്ത് സർ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രമായിരുന്നു. ഒരുപാട് പുതിയ കലാകാരന്മാരുടെ രംഗപ്രവേശം ആ സിനിമയിലൂടെ ഉണ്ടായിരുന്നു. അതിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. സാധാരണ ഒരു സിനിമയിലെ ഒന്നോ രണ്ടോ ഗാനങ്ങളെ ഹിറ്റാവുക പതിവുള്ളൂ. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ശ്രീലവസന്തം, മൗലിയിൽ മയിൽ പിലിച്ചാർത്തി, ആരും ആരും, എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട്, ഒരുപക്ഷെ രവീന്ദ്രൻ മാസ്റ്ററുടെ അവസാന കാലങ്ങളിലുള്ളതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ട് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് അതിലെല്ലാം. അത്തരത്തിലുള്ളൊരു ഗാനമാണ് ജയേട്ടന് വേണ്ടി തന്നെ സമ്മാനിച്ച ഒരു ഗാനം. അതുകൊണ്ട് ആരും, ഇപ്പൊ നമ്മൾ കേട്ടു ആ പാട്ട് അല്ലെ. ആ പാട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ധന്യാസി എന്ന് പറയുന്ന ഒരു രാഗത്തിലുള്ള പാട്ടാണ്. ശുദ്ധ ധന്യാസി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രാഗമാണ്. സഗമ പനി സാനി പമഗ സ ഹിമഗിരി തനയേ ഹേമലത്തേ, വളരെ പ്രശസ്തമായിട്ടുള്ള കീർത്തനമാണ്. അതുപോലെ തന്നെ എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ശുദ്ധധന്യാസിയുടെ തിരിച്ചു വരുമ്പോൾ എല്ലാ സ്വരങ്ങളും ഉണ്ടെങ്കിൽ അത് ആഭേരിയായിട്ട് മാറി. അതായത് സഗമ പനി സാനിദപ മഗരേ സ നഗുമോ മുഗണലേ നീണജാലി അല്ലെ. അപ്പൊ നമ്മൾ ശുദ്ധധന്യാസി രാഗത്തെ പറ്റിയിട്ട് പറഞ്ഞു. ഒരുപാട് കീർത്തനങ്ങളുള്ള ഹിമഗിരി തനയേ ഹേമലത്തെ, മനസ്സിലായില്ല. അതുപോലെ തന്നെ ഒരുപാട് ഭക്തിഗാനങ്ങളും എല്ലാം ശുദ്ധധന്യാസി രാഗത്തിലുണ്ട്. അപ്പോൾ ഒരു വേറിട്ട ശബ്ദവും പുതുമയും വേണമെന്ന് തോന്നിയപ്പോൾ എല്ലാ സംഗീത സംവിധായകരും ആലോചിച്ചതുപോലെ രവീന്ദ്രൻ മാസ്റ്ററും ആലോചിച്ചു. അങ്ങനെയാണ് ഭാവഗായകനെ കൊണ്ട് തന്നെ ഈ ഗാനം പാടിപ്പിച്ചത്. ആ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിലികളിട്ടു മൗനം ഈ മഴയുടെ ശ്രുതി ചേർത്തു മൗനം, അകലേ മൂക്കിലായി നീയും ഞാനും പറന്നു വന്നു, ഓ പറന്നു വന്നു.